നമസ്കാരം, എൻ്റെ പേര് രശ്മി അരുൺ. മാർക്കിൻ ഡൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പ്യുവർ കാഞ്ചീപുരം സിൽക്ക് സാരീസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും 2G ജരിയിൽ വീവ് ചെയ്തിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള സാരീസ് ആണ്. ഇത് ഒരുപോലെ തന്നെ ബ്രൈഡ്സിനും അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള സാരീസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്യുവർ കോർവയിൽ വരുന്ന സാരീസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ സാരി കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. അത് ഭയങ്കര ഡീപ്പും അല്ല, എന്നാൽ ബ്രൈറ്റും അല്ല, അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ബോർഡേഴ്സ് നമുക്ക് കത്തിരിക്ക കളറിലാണ്, അതായത് നമ്മൾ ബ്രിഞ്ചോളിൻ്റെ ഷെയ്ഡിലാണ് താഴത്തെ ബോർഡർ വന്നിരിക്കുന്നത്. വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കളർ കോംബോ ആണിത്. സാരിയുടെ ബോഡി ഫുള്ളായിട്ട് ഓറഞ്ച് കളറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പാറ്റേൺസിൻ്റെ സ്ട്രൈപ്പ് പോലെയുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. 2G ജരിയിലുള്ള പ്ലാറ്റിനം ഗോൾഡ് മിക്സ് വരുന്ന ജരിയിലാണ് ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളുള്ള വീവിങ് വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു ബോഡി കളർ ആണെങ്കിലും അതിൻ്റെ ജരി വീവിങ് ആണെങ്കിലും ഒരുപോലെ മേർജായി വരുന്ന രീതിയിലുള്ള ഒരു വീവിംഗ് ആണ്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് ആ ഒരു ബ്രിഞ്ചോൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് മൾട്ടി ലെയേർഡായിട്ട് സെറി വീവിങ് വരുന്ന രീതിയിലാണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. അതൊരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസിൻ്റെ വീവിംഗ് ആണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ കോർവി സ്റ്റൈലിലാണ് ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ വീവിംഗ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും നമുക്ക് മീഡിയം സൈസിൽ നിന്നും കുറച്ച് വലുതായിട്ടുള്ള ഒരു 10 ഇഞ്ചോളം വരുന്ന ബോർഡേഴ്സാണ് സാരിയുടെ രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ പല്ലു കാണാം. വളരെ വളരെ ബ്യൂട്ടിഫുൾ, ഒരു പ്രത്യേക ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു ബോർഡേഴ്സിൽ പോയിക്കുന്ന അതുപോലത്തെ പാറ്റേൺ ഒരു ലെയർ മൾട്ടി ലെയർഡായിട്ട് ഒരു സെറ്റ് വീവിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ര പാറ്റേണിൽ ഒരു കുതിരേൻ്റെ വീവിങ് ആണ്. അത് മൾട്ടി കളേഴ്സിലാണ്. ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, പേർപ്പിൾ വരുന്നുണ്ട്, പിങ്ക്, ഈ ഷെയ്ഡ്സിൽ വരുന്ന മീനാക്കാരി വീവിംഗ് ആണ് ഇതിൻ്റെ പല്ലുവിൽ ഫുള്ളായിട്ട് പോയിക്കുന്ന. പല്ലുവും ആ ഒരു കത്രിക്ക ഷെയ്ഡിൽ തന്നെയാണ്. എഡ്ജിൽ വീണ്ടും അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ജെറി വീവിംഗ് വരുന്ന പോലെയാണ് ഇതിൻ്റെ പല്ലു വന്നിട്ടുള്ളത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. സോ ഇത് ഓപ്പൺ പ്ലീറ്റ് ആയിട്ട് ഇടാനും വളരെ വളരെ നല്ല ഒരു ചോയ്സാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഫംഗ്ഷന് ഓപ്പൺ പ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റിയ ഒരു സാരിയാണ്. ആൻഡ് പല്ലുവിൻ്റെയും ബോർഡേഴ്സിൻ്റെയും സെയിം ഷെയ്ഡിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത്. ആ ഒരു ബ്രിഞ്ചോൾ ഷെയ്ഡിൽ തന്നെയാണ്. സാരിയുടെ സെയിം ബോർഡേഴ്സാണ് നമുക്ക് ബ്ലൗസിലും ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് സാരിയുടെ പ്രൈസ് വരുന്നത് 32,500 റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഈ സാരി ഒന്ന് വെച്ച് കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും സാരി എങ്ങനെയാണ് വരുന്നത്. വളരെ സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്, വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോംബോ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക. ബട്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. വളരെ യുണീക്കായിട്ടുള്ള ഒരു പീസാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് സാരി. പ്രൈസ് ഒന്നുകൂടി പറയാം, 32,500 റുപ്പീസ്. ട്രഡീഷണൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. നമുക്ക് മാംഗോ യെല്ലോന്നോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയാവുന്ന ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ കരിം പച്ച കളർ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്കിഷ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ബ്ലാക്ക് പോലെ കാണുന്നുണ്ടാവും, പക്ഷേ ബ്ലാക്ക് അല്ല, ഇത് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണിതും. ഇതിലും നമുക്ക് 2G ജരി, പ്യുവർ 2G ജരി വീവിംഗ് ആണ് ഈ ഒരു സാരിയുടെ ബോഡിയിലും ബോർഡേഴ്സിലും ജരി വീവിംഗ് വന്നിട്ടുള്ളത്. സോ ബോഡി നമുക്ക് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്, അല്ലെങ്കിൽ മാംഗോ യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആൻറ്റി ഗോൾഡൻ ജരി, പണ്ടത്തെ നമ്മളുടെ ട്രഡീഷണൽ വിൻറ്റേജ് സാരീസിൽ കാണുന്ന ആ ഒരു ജരി കളർ വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിലും ഒരു സ്ട്രൈപ്പ് പോലെയുള്ള പാറ്റേൺ തന്നെയാണ് ഈ ഒരു സാരിയിലും ബോഡിയിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ബട്ട് അത് മൾട്ടി ലെയേർഡ് ആയിട്ടാണ്, പല പല പാറ്റേൺസിൻ്റെ സ്ട്രൈപ്സ് ആണ് ഓരോരോ ലെയേഴ്സ് ആയിട്ട് പോയിട്ടുള്ളത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീവിംഗ് ആണ്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് വരുന്നത് ഒരു മീഡിയം സൈസ്ഡ് ബോർഡറാണ്. അത് ഡാർക്ക് ഗ്രീൻ, അതായത് ഒരു ബ്ലാക്കിഷ് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പേസ്ലി പാറ്റേണും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ആന വരുന്നുണ്ട്, മനസിങ്കാരം വരുന്നുണ്ട്. ഇതിൽ മയിലൊക്കെയാണ് ഉള്ളിൽ വരുന്നത്. മനസിങ്കാരം പാറ്റേൺ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് ആണെങ്കിലും വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. രണ്ട് സൈഡിലും സെയിം സൈസിലുള്ള സെയിം ബോർഡേഴ്സ് തന്നെയാണ് ഈ സാരിയിൽ പോയിട്ടുള്ളത്. ആൻഡ് ഈ സാരിയുടെ പല്ലു കണ്ടു നോക്കാം.
പല്ലുവിൽ നമുക്ക് ആ ബോർഡേഴ്സിൽ പോയിരിക്കുന്ന സെയിം സ്റ്റൈലിലുള്ള പാറ്റേൺസ് വരുന്നുണ്ട്. ആ ഒരു വനസിംഗാരം സ്റ്റൈലിലുള്ള പാറ്റേൺസ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് കണ്ടോ മയിലൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന എല്ലാം വന്നിട്ട് ട്രഡീഷണൽ പാറ്റേൺസ് എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പേസ്ലി പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടി ലെയേർഡ് ആയിട്ട് ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ ഒരു ലൈൻസ് പോലെയുള്ള വീവിങ് വരുന്നുണ്ട്. വീണ്ടും ആ ഒരു സെറ്റ് താഴെ വരുന്ന പോലെയാണ് പല്ലു വന്നിരിക്കുന്നത്. വളരെ വളരെ ഹെവി ആയിട്ടുള്ള പല്ലുവാണ് ഇതിനും വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് വരുന്നത് ആ ഒരു ഡാർക്ക് ഗ്രീൻ. സോ ഈ ത്രെഡ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ അതുപോലെ തന്നെ ബോർഡേഴ്സിൻ്റെ ഒക്കെ കളർ വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. ആൻഡ് സെറി വീവിങ് കണ്ടോ, ഈ ഒരു 2 ഷെയ്ഡ്സ് വൈറ്റ് ഗോൾഡും ആൻറ്റി ഗോൾഡൂടെ മിക്സ് ആയിട്ട് വരുന്ന സെറി വീവിങ് ആണ് വന്നിട്ടുള്ളത്. അതായത് പണ്ടത്തെ നമ്മളുടെ ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്നത്. ആൻഡ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ആ ഒരു ബോർഡേഴ്സിൻ്റെ സെയിം ഷെയ്ഡിൽ, ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളുടെ ബ്ലൗസ് പോയിട്ടുള്ളത്. സാരിയുടെ സെയിം കളറിലുള്ള സെയിം സൈസിലുള്ള ബോർഡേഴ്സ് ബ്ലൗസിലും പോകുന്നുണ്ട്. നമുക്ക് താഴത്തെ സാരിയുടെ ബോർഡേഴ്സ് നമുക്ക് കോർവേ സ്റ്റൈലിലാണ്, അതായത് സെപ്പറേറ്റ് വീവ് ചെയ്ത് ട്രഡീഷണൽ കോർവയാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ കളർ ആയത് കാരണം ബ്ലൗസിൽ അതൊരു സ്കാലപ്പ് പോലെയുള്ള വീവിങ് ആണ് നമുക്ക് ആ ഒരു പാറ്റേൺ വീവിങ് വന്നിട്ടുള്ളത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, വളരെ യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 25,500 റുപ്പീസാണ്. സോ ഈ സാരിയും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇന്ന് നമ്മൾ 2 സാരീസേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ 2 സാരീസും വളരെ വളരെ യുണീക്കായിട്ടുള്ള പീസസ് ആണ്. നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട് പീസസ് എന്നൊക്കെ പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ വളരെ യുണീക്കും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള കോമ്പിനേഷൻസുമാണ്, അതുപോലെ തന്നെ പീസസുമാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് സാരി വരുന്നത്. സോ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് വരുമ്പോൾ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പോൾ ബ്രൈഡ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഫംഗ്ഷൻസിന് പോകുന്ന, ഇപ്പം ഫംഗ്ഷൻസിനല്ലേ യൂസ് ചെയ്യുള്ളൂ, ഫംഗ്ഷൻസിന് പോകുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ ഇതുപോലെയുള്ള സാരീസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ഒരു ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസൊക്കെ. അപ്പോൾ കളക്ടേഴ്സിനും എടുക്കാൻ പറ്റിയ സാരിയാണ്. സോ ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ പ്രൈസ് പറയാം. 25,500 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. സോ ഇന്നത്തെ കളക്ഷനിലെ 2 സാരീസാണ് ഉണ്ടായിരുന്നത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്